ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദേവ്സ് കുക്കിംഗ് വേൾഡ്. എൻ്റെ ഡിഷസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഐറ്റം ആദ്യമായി കിച്ചണിൽ കയറുന്നവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു ഈസി ചിക്കൻ വിഭവമാണ്. നമുക്കതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇതിന് വേണ്ടുന്ന ഐറ്റംസ്: 1/2 കിലോ ചിക്കൻ, 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ഗരം മസാലയും മിക്സ് ചെയ്തത്, കുരുമുളക് പൊടി, നാരങ്ങ, കറിവേപ്പില, ടൊമാറ്റോ. ഇനി ഇതെല്ലാം ചേർത്ത് എങ്ങനെ ഈസി ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിനാവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാം. സവാള റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം ചില്ലി പൗഡർ ഇതിന് ആവശ്യമാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി മസാലക്കൂട്ട് ചേർക്കണം. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വറുത്ത് വെച്ചേക്കുന്ന സവാളക്കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ സവാള വറുത്ത് വെച്ചേക്കുന്ന എണ്ണയും കൂടെ ഇത് ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. ആ എണ്ണയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മണിക്കൂർ ഇത് മാറ്റി വയ്ക്കണം. നമ്മുടെ ചിക്കൻ ഇവിടെ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. സവാള വറുത്ത അതേ പാനിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. വീണ്ടും ആവശ്യത്തിന് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓയിൽ ഇഷ്ടമുള്ള പോലെ ചേർക്കാം. നമുക്ക് കുറച്ച് മതിയെങ്കിൽ അങ്ങനെ, കൂടുതൽ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിനൊരല്പം പോലും വെള്ളം ആവശ്യമില്ല എന്നുള്ളതാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എല്ലാ ജലാംശവും കളഞ്ഞ് വേണം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ. ഈ ചിക്കൻ ഒരു 5 മിനിറ്റ് നമുക്ക് ഓപ്പണായിട്ട് വേണം കുക്ക് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഇനിയും ഒരു 15 മിനിറ്റ് നമുക്ക് ചെറുതീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ചിക്കനിൽ നിന്ന്. നമുക്കിതൊരു ഡ്രൈ ഫ്രൈ ആണ് ഇതിന് ആവശ്യം. ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഇപ്പം തന്നെ അത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിത് ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്. അപ്പോഴാണിതിന് ടേസ്റ്റ് കൂടുതലായിട്ടുണ്ടാവുക. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് കോരി മാറ്റാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ ചുക്ക തയ്യാറായി കഴിഞ്ഞു. ഇത് നല്ല ചൂട് ചപ്പാത്തിയോടൊപ്പമോ അല്ലെങ്കിൽ പെറോട്ടയോ പത്തിരിയോ എന്ത് വേണോ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ചിക്കൻ ചുക്ക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ.